കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർക്കെതിരെ കെ സുധാകരൻ എംപി ഉയർത്തിയ ആക്ഷേപത്തിന് മറുപടിയുമായി ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര. എംപി എന്ന നിലയിൽ താൻ കൊണ്ടുവന്ന വൻ പദ്ധതി നടപ്പാക്കുന്നതിൽ മുൻ മേയറും സെക്രട്ടറിയും വീഴ്ച വരുത്തിയെന്നായിരുന്നു സുധാകരന്റെ വിമർശനം. എംപി അങ്ങനെ പറഞ്ഞത് പിഴവാണെന്ന് ഡെപ്യൂട്ടി മേയർ കണ്ണൂർ വിഷനോട് തുറന്നു പറഞ്ഞു. കണ്ണൂരിന്റെ മുഖം മാറ്റാൻ സാധിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പദ്ധതി ഞാൻ കണ്ണൂരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്ത നിരാശ, അതിൽ നിന്ന് ഉയർന്നു വന്ന പ്രതികാരവും എൻ്റെ മനസ്സിൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കും. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ ഈ നാടിനോടുള്ളൊരു കടപ്പാട് പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചില്ല കോർപ്പറേഷന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആർക്കും ഒരു മനസ്സിൻ്റെ അകത്ത് വേദന ഉണ്ടാവില്ലേ, നോവുണ്ടാവില്ലേ? ആ നോവെനിക്കുണ്ട്. അത് ഇപ്പോഴും ഇതിനകത്ത് കത്തിക്കാളുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനിടയ്ക്ക് ചെറിയ 2-3 പദ്ധതികൾ കക്കാടും മറ്റെവിടെയൊക്കെ ചെറിയൊരു കൊച്ചു പരിപാടികളിട്ട് ഈ പരിപാടി കൊണ്ടുപോയി കലക്കി കളഞ്ഞു എന്നത് ഞാൻ ഇപ്പോൾ ദുഃഖത്തോടെ ഓർമ്മിക്കുകയാണ്. കണ്ണൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതി കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതി അത് കലക്കിയെന്നായിരുന്നു കെ സുധാകരൻ എംപിയുടെ വിമർശനം. കണ്ണൂർ കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തെ ആകെ പിടിച്ചുലക്കുന്ന വിമർശനമാണ് കോർപ്പറേഷന്റെ തന്നെ ചടങ്ങിൽ കെ സുധാകരൻ ഉയർത്തിയിരുന്നത്. ഇതിൽ കടുത്ത അതൃപ്തി കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിന് ഉണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായ വീഴ്ച പറയുന്നതിനു പകരം മുൻ മേയറെ കൂടി വിമർശിച്ചതാണ് പാർട്ടി നേതൃത്വത്തെയും ചൊടിപ്പിച്ചത്. KPCC പ്രസിഡന്റ് തന്നെ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തിയത് തെറ്റായ സന്ദേശമാണ് നൽകുക എന്ന വിലയിരുത്തലും കോർപ്പറേഷൻ ഭരണ നേതൃത്വം നടത്തി. കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലാണ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കെ സുധാകരൻ MP അങ്ങനെ പറഞ്ഞത് പിഴവെന്ന് വ്യക്തമാക്കിയത്. MP അങ്ങനെ പറഞ്ഞത് ഒരു അർത്ഥമില്ലതാണ്. അതല്ല, അദ്ദേഹത്തിനൊരു പിഴവ് പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മനഃപൂർവ്വം ഭരണസമിതിയെ കുറ്റപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിൽ അല്ല അദ്ദേഹം സംസാരിച്ചത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ആ സംവിധാനം, ഉദ്യോഗസ്ഥ സംവിധാനം തന്നെയാണ്. എപ്പോഴും നമ്മുടെ പരാതിയും അത് തന്നെയാണ്. ആ ഒരു സംവിധാനത്തിൽ വന്ന മാറ്റമല്ലാതെ ഭരണസമിതിക്കെതിരെ അത് അദ്ദേഹത്തിൻ്റെ ഒരു പറഞ്ഞതിലുള്ള മാറ്റമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഭരണസമിതിക്കെതിരെ അദ്ദേഹം പറയേണ്ട ആവശ്യമില്ല. മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹന്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. CSR ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതിയാണ് കെ സുധാകരൻ MP കൊണ്ടുവന്നത്. 1200 കോടി രൂപയുടെ നഗരസൗന്ദര്യവൽക്കരണ പദ്ധതിയായിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനടക്കം അന്നത്തെ മേയർ നിർദ്ദേശം നൽകിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സഹകരണം ഉണ്ടായില്ല എന്നാണ് ആ ഭരണസമിതിയിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞത്. വന്നതും 1200 കോടി രൂപയുടെ അതിന് നടപടിക്രമമില്ലേ? ആ നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുക. അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, നമ്മളൊരു ഭരണസമിതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭരണസമിതി തീരുമാനമെടുത്തു കൊടുക്കുന്നു. ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരാണ്? ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. പഴയ ഭരണസമിതിയിലുള്ള മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അദ്ദേഹം തന്നെ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പാകപ്പിഴ വന്നിട്ടുള്ളത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ്. ഭരണസമിതി തീരുമാനമെടുത്ത അതിന് വ്യക്തമായ രേഖകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തെയും വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന വിമർശനം കോർപ്പറേഷൻ ഭരണ നേതൃത്വം ഉയർത്തുന്നുണ്ട്. കൗൺസിലിൽ അടക്കം ഇക്കാര്യം പരസ്യമായി മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്. ഉദ്യോഗസ്ഥരെ അടിക്കടി സ്ഥലം മാറ്റിയും തന്ത്രപ്രധാന തസ്തികകൾ ഒഴിച്ചിട്ടും ഭരണം സ്തംഭിപ്പിക്കുന്നു എന്നാണ് കോർപ്പറേഷന്റെ പരാതി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.